ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മോങ്സ് മ്യൂസിക് അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഡെമോയിലാണ് ആയിരിക്കുക. ലൈവ് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന ഒരു സബ്ജക്റ്റ്, അതിൻ്റെ പ്രോഗ്രാം അതെന്താണ്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ഇപ്പം ഒരു കുട്ടി നമ്മളുടെ കടന്നു വരുമ്പോൾ അക്കാഡമി എപ്പോഴും ഹാപ്പി ആവുന്നത് അവർക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കുമ്പോഴും അവർക്ക് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് പേരറിയാം, മോങ്സ് മ്യൂസിക് അക്കാഡമിയാണ്. അപ്പൊ മോങ്സ് എന്ന് പറയുന്ന ഒരു പവിത്രതയുണ്ട്. അപ്പൊ നമ്മളുടെ അക്കാഡമിയിലെ ഒരു മോട്ടോ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡെമോ വളരെ പ്രധാനപ്പെട്ടതാണ്. എ ടു സെഡ് നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കുക. പിന്നെ ഒപ്പം തന്നെ കുറച്ച് പേർക്കൊക്കെ ഇപ്പം മെസ്സേജുകൾ റീസെന്റ് ജോയിൻ അവർക്ക് ഓഡിയോ കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ അവർക്ക് വേണ്ടി മെസ്സേജുകൾ ഇടാം ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഡെമോ വർക്ക് ചെയ്യുക. നമ്മൾക്ക് 3 സെഷൻസ് ആയിട്ടാണ് ഈ ഡെമോ പോവുക. നിങ്ങൾ അറിവിലേക്കായിട്ട് പറയാണ്, 3 സെഷൻസിൽ ആദ്യം ഈ കോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തൊക്കെ നമ്മൾ പഠിക്കും, എങ്ങനെയാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്കറിയാം ഈസ് ഇറ്റ് ഫോർ അസ്, അല്ലെ, നമുക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഷെഡ്യൂളിൽ പറ്റുന്നതാണോ. അപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 5 വർഷങ്ങൾക്കടുത്ത് ആയിട്ട് നമ്മുടെ അക്കാഡമി നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബാച്ചുകൾ, ഇപ്പൊ നിങ്ങളുടെ 21ാമത്തെ ബാച്ചാണ് ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോട് കൂടിയാണ് നമ്മളുടെ കോഴ്സ് ഉള്ളത്. പണ്ടത്തെ കോഴ്സായിട്ട് വളരെ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ കുട്ടികൾക്ക് അഫോർഡബിൾ ആക്കിക്കൊണ്ടാണ് ഈ കോഴ്സിന്റെ ഡിസൈൻ. അപ്പൊ ഞാൻ കോഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംശയങ്ങൾ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടി റിയാക്ഷൻസ് കാണാം ഫോണിൽ താഴെ. റിയാക്ട് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, റേസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പൊ എനിക്ക് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ആവുമ്പോൾ ബഹളാവൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസിലേക്ക് കിടക്കാം. ലൈവ് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കേണ്ട ആവശ്യം നിങ്ങളില്ല. കാരണം ഒരു ഇവന്റ് നടക്കുമ്പോൾ അതിനെ ആളുകളെ കേൾപ്പിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ മിക്സിംഗ് മാത്രമാണോ? അല്ല, മിക്സിംഗ് ഈസ് എ മിക്സിംഗ്. സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് സിസ്റ്റം ഡിസൈനിങ് മുതൽ ഒരു മിക്സിംഗ് ഫേസ് വരെ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. എല്ലാവർക്കും എല്ലാത്തിലും ടാലന്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഞാനൊരു FOH എഞ്ചിനീയർ ആണ്. എൻ്റെ കൂടുതൽ ടാലന്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിനേക്കാളും ഫ്രണ്ട് ഓഫ് ഹൗസ് ആളുകൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ എൻ്റെ കരിയറിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യില്ല എന്നല്ല. സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും, ഓക്കെ, മോണിറ്റർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും, എല്ലാം നമ്മൾ കരിയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ടുള്ളതും ആളുകൾക്ക് തന്നെ കൂടുതൽ ആവശ്യമുള്ളതും FOH പൊസിഷനിലാണ്. ചിലർക്ക് മോണിറ്റേഴ്സിലായിരിക്കാം. മോണിറ്റർ വേൾഡ് എന്നാ പറയാം, മോണിറ്റർ ഓഫ് ഹൗസ് എന്ന് പറയില്ല. MOH എന്ന് പറയില്ല, മോണിറ്റർ വേൾഡ്. കാരണം വലിയ ബാൻഡുകളൊക്കെ വരുമ്പോൾ സ്റ്റേജിനകത്ത് ഒരാൾ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ കണക്ഷൻസ് അറിയണ്ടേ? അതിനൊരു സൗണ്ട് എഞ്ചിനീയർമാർ തന്നെയാണ് ഈ കണക്ഷൻസ് ചെയ്യുന്നത്. എല്ലാ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു വലിയൊരു ടീമിന്റെ, സ്കിൽഫുൾ ആയിട്ടുള്ള ടീമിന്റെ അധ്വാനം ഇതിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ രംഗത്ത് ഏറ്റവും തൊഴിൽ ഓപ്പർച്യൂണിറ്റീസും വരാൻ കാരണം അറിവുള്ള ആളുകളെ വേണ്ടു, അല്ലാത്തവർ വേണ്ട. ബാംഗ്ലൂരൊക്കെ 10-25,000 രൂപയൊക്കെ ശമ്പളം ഓഫർ ചെയ്തിട്ട്, അപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളെ വെച്ചോളാം, അല്ലെങ്കിൽ ഒന്നും പഠിച്ചില്ലെങ്കിൽ കൂടി വിദ്യാഭ്യാസം അല്ല, അവന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ടെക്നിക്കലി എഫിഷ്യന്റ് ആണെങ്കിൽ ജോലിക്ക് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക. നമ്മളൊരു ബിഗിനർ ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങും. അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ ഡിജിക്കോ പോലുള്ള കൺസോളുകളും SXL-ഉം പിന്നെ വലിയ ലൈനർ റിഗ് ചെയ്തിട്ട് ട്യൂൺ ചെയ്ത് സ്മാർട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കോഴ്സിലേക്ക് വരരുത്. കാരണം നിങ്ങൾക്ക് ബോറടിക്കുകയും അത് കാരണം നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം അവർ എനർജി പകർന്നു നൽകാൻ സാധ്യതയുണ്ട്. സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് സാധാരണ നമ്മൾ കൊടുക്കാറില്ല. സർട്ടിഫിക്കറ്റ് അങ്ങനെ കിട്ടൂല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനലോഗ് തുടങ്ങും. അപ്പൊ അതിനു മുമ്പ് തിയറികൾ ഉണ്ട് കേട്ടോ. സൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് തിയറികളുണ്ട്. ഞാൻ ഉൾപ്പെടെ 6ഓളം ടീച്ചർമാര് നമ്മുടെ അക്കാഡമിയിലുണ്ട്. പുറത്തുനിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ മറ്റാർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി, ഡിപ്ലോമയ്ക്ക് പോലും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി, പുറത്തൊരു മസ്കറ്റിൽ നിന്നൊരു സാർ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ജിനു കൃഷ്ണൻ, കിടിലൻ സിസ്റ്റം എഞ്ചിനീയർ ആണ്.
അപ്പൊ അദ്ദേഹം ഉണ്ട് നമ്മളുടെ ഒപ്പം. അങ്ങനെ ഒരുപാട് ഇത്രയും എഞ്ചിനീയേഴ്സ് നിങ്ങളെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളും മറ്റും കിട്ടും. പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഒരു സൗണ്ട് എന്താണ്, ഒരു സ്പീക്കറിന്റെ പേരുകൾ എന്താണ്, അതറിയാതെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ വരുന്നത് അനലോഗ് ആണ്. അനലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസോൾ തിരിക്കലല്ല കേട്ടോ നമ്മുടെ പ്രാക്ടിക്കൽ. ഞാൻ പറഞ്ഞു നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാലും ഇതിന്റെ ഡ്യൂറേഷൻ ഏകദേശം 6 മാസത്തോളം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. 6 മാസം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോ അനലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അനലോഗ് മിക്സർ വെറുതെ തിരിക്കാനാണ്. അങ്ങനെയല്ല കേട്ടോ. ഫസ്റ്റ് പ്രാക്ടിക്കൽ അനലോഗിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ പഠിക്കും. മിക്സർ ഉറപ്പായിട്ടും, കണക്ഷൻസ് പഠിക്കും, ക്രോസ് ഓവർ എങ്ങനെ കൊടുക്കണം, എങ്ങനെ വർക്ക് ചെയ്യണം, EQ എങ്ങനെ കൊടുക്കണം, എങ്ങനെ വർക്ക് ചെയ്യണം. ഫുള്ളായി അനലോഗ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. പിന്നെ ഏത് അനലോഗ് കൺസോൾ കിട്ടിയാലും ചെറിയൊന്ന് നോക്കിയൊന്ന് മനസ്സിലാക്കാൻ്റെ കാര്യമുള്ളൂ. കണ്ടോ, EQ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. ഓക്കെ, മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു അനലോഗ് കൺസോൾ പഠിച്ചു കഴിഞ്ഞാൽ അനലോഗ് കൺസോൾ മാത്രം വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല. വേറെ അനലോഗ് കൺസോൾ കിട്ടിയാലും നിങ്ങൾ വർക്ക് ചെയ്യും. അത് നിങ്ങളുടെ സ്കില്ലും അതിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് പ്രാക്ടിക്കൽ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് എല്ലാവരും കമ്പൾസറി ആയിട്ട് വരണം. കാരണം അന്നാണ് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 ദിവസത്തോളം പ്രാക്ടീസിനായിട്ട് അക്കാഡമിക്ക് വരാം. അക്കാഡമി നല്ല സൂപ്പർ ബിസിയാണ്. കാരണം ഡിപ്ലോമ കുട്ടികളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം വന്നു, ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യും. ചിലപ്പോൾ പിറ്റേ ദിവസവും നിങ്ങളുടെ ബാച്ചിൽ, കാരണം നമ്മളൊരു ബാച്ചിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 30 പേരാ. ഈ 30 പേർക്ക് ഒരുമിച്ച് ക്ലാസ് കൊടുത്ത് എന്തായിരിക്കും അവസ്ഥ, മനസ്സിലായോ? അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ഗ്രൂപ്പുകളായിട്ട് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക. ആ ട്രെയിനിങ്ങിന്റെ ദിവസം വരില്ല. ഒരു ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി വേറൊരു ദിവസം ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം. വിത്ത് ടീച്ചർ പ്രസൻസ് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും. ട്രെയിനിങ് മീൻസ് ടീച്ചർ അവിടെ ഇരിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒരു കാര്യം കൂടിയും പറയാം. നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് അല്ല ഇവിടെ, ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് മോനെ ഇത് തിരിച്ചേ ഇപ്പൊ സൗണ്ട് വന്നില്ലേ, സ്വിച്ച് അമർത്തിയേ. ഞാനും കളിയാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. സ്പൂൺ ഫീഡിങ് അതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യില്ല, മനസ്സിലാവില്ല. പെട്ടെന്ന് ഞങ്ങൾക്ക് പണി തീർക്കാം അല്ലെ. ക്ലാസ് തന്ന് സമയം പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ് പോക്കോ, വീട്ടിൽ പോക്കോ, എല്ലാവരും ഹാപ്പി. അങ്ങനെയല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ടീച്ചർ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്, പിന്നെ നിങ്ങൾ അത് മെത്തേഡ് നോട്ട് ചെയ്ത് വെച്ച് ഓൺലൈൻ ക്ലാസ്സിൽ അതെല്ലാം പറഞ്ഞു തരും. എന്താണ് ചെയ്യാൻ പോകുന്നത് ഒക്കെ പറഞ്ഞു തരും. മെയിൻലി ഞാനാണ് ഓൺലൈൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ള ടീച്ചേഴ്സ് പ്രാക്ടിക്കലിലാണ് കൂടുതലുണ്ടാവും. ഞാനും ജിനു സാറും ഓൺലൈൻ ക്ലാസ്സും തിയറിയാണ്. ഓക്കെ, അപ്പം എനിവേ, അപ്പം നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് സ്റ്റക്ക് ആവും ചിലപ്പോൾ അല്ലെ. നമ്മൾ ഗെയിൻ പറയും, നിങ്ങൾക്ക് ഒരു രീതിയിൽ ചെയ്യാൻ പഠിപ്പിച്ചു തരും. PFL അമർത്തുക, ഗെയിൻ നോബ് നോക്കുക, PFL മീറ്റർ നോക്കുക, ഫേഡർ പൊസിഷൻ നോക്കുക, പ്രോപ്പർ ഗെയിം സ്റ്റേജിങ് നമ്മൾ പഠിക്കാൻ ഒരു സ്റ്റെപ്പ് മറന്നുപോയി. ആലോചിക്കുക, കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കുക. സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ തല വർക്ക് ചെയ്യും. പിന്നെ ഒരാൾ പറഞ്ഞു വരുമ്പോൾ കറക്റ്റ് കയറും, അത്രയേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ ഒരു ലക്ഷ്യമാണ് ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ പറഞ്ഞു എല്ലാവർക്കും ഒന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ നമ്മൾ സമയം കുറച്ച് ലേറ്റ് ആയാലും പ്രാക്ടിക്കൽ വരുമ്പോൾ ഒരുപാട് ദൂരമുള്ളവർ വന്നിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് പോകാന്ന് വിചാരിച്ചു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുക ഡെഡിക്കേറ്റ് ആയിട്ട്. ആ ഡെഡിക്കേഷൻ ഞങ്ങൾക്ക് വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ കോഴ്സിനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ വീണ്ടും തിയറി സെഷൻസ് തുടങ്ങും. കാരണം നമ്മൾ പിന്നെ പഠിക്കും. പിന്നെയൊക്കെ ഡിജിറ്റൽ ആണ്. അപ്പോൾ ഡിജിറ്റൽ സ്പീക്കർ പ്രോസസ്സിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സ്പീക്കർ മാനേജ്മെന്റ് സിസ്റ്റം PA2 വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കും. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേസിക് ഒരു 360യും 260യും ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. അതിന്റെ സ്വിച്ചുകൾ എങ്ങനെ വർക്ക് ചെയ്യണം ഒരു ഐഡിയ കിട്ടും. PA2ലാണ് നമുക്ക് ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ PA2 എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഫുൾ ഒരു പ്രിസെറ്റ് ലോഡ് ചെയ്ത് MT പ്രിസെറ്റോ അല്ലെങ്കിൽ ഒരു ഫുൾ റേഞ്ച് പ്രിസെറ്റ് ലോഡ് ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് ലോയുടെ ഔട്ടിൽ വേണമെങ്കിൽ ഹൈ കൊണ്ടുവരാം. അത്രയും നിങ്ങൾ എഫിഷ്യന്റ് ആവും, മനസ്സിലായോ? അതിൽ EQ ചെയ്യാൻ പഠിക്കും, ലിമിറ്റർ ചെയ്യാൻ പഠിക്കും, കംപ്രഷൻ നമ്മൾ നെക്സ്റ്റ് UI16 പഠിക്കാം. അപ്പൊ PA2 ഇത് മാത്രമല്ല, ഒരു RTM ഒരു മൈക്രോഫോൺ ഉണ്ട്, ചെറിയ പെൻസിൽ പോലെ ഇരിക്കും. അത് വെച്ച് നമുക്ക് ഈ ട്യൂൺ ചെയ്യാം. അത് നമുക്ക് ഒരുപാട് ഹൗളിങ്ങളൊക്കെ വരുത്തി സ്പീക്കർ ഡാമേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിനനുസരിച്ച് എന്ത് ചെയ്യും, സ്പീക്കറിനെ ഈ സിസ്റ്റം നമ്മളെ PA2 ട്യൂൺ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് നല്ലൊരു ഡീസന്റ് സൗണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കിട്ടും. അതിനുശേഷം ഹൗളിങ്ങും കട്ട് ചെയ്യാൻ പറ്റും ഈ PA2 വെച്ചിട്ട്. അതൊന്നും ആരും ചെയ്യാറില്ല അല്ലെ. അപ്പൊ അതും നമ്മൾ പഠിക്കും. അപ്പൊ A to Z PA2 നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അത് നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് അതുമ്മയാണ് പഠിക്കുക. ശരിക്കും കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ട് നമുക്ക് നിങ്ങളെ കുറച്ച് ഇമ്പ്രസ് ചെയ്യിക്കാം. പക്ഷെ അതിലുപരി പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ എപ്പോഴും നമുക്ക് ഗുണമാവുന്നത് എന്താ, ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുമ്പോൾ. അതായത് ഒരു ഡിവൈസിലുള്ള ബട്ടൺസും നോബുകളും സ്വിച്ചസും യൂസ് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. കാരണം എന്താ, അത് ആക്സസബിൾ ആണ് ഈസിലി. നിങ്ങൾ പെട്ടെന്ന് ഒരു ടൈറ്റ് സമയം വന്ന് ഈ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത IP അഡ്രസ് ഒക്കെ മാച്ച് ചെയ്ത് എളുപ്പമാണോ അവിടെ പോയി തിരിച്ചാൽ മതി.
അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കുക. PA2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി ഡിജിറ്റൽ കൺസോളിലേക്ക് മാറുകയാണ് UI16. UI16 എന്ന് പറഞ്ഞാൽ മോശക്കാരനൊന്നുമല്ല, ഫുൾ ഡിജിറ്റലാണ്, നമുക്ക് കോമ്പാക്റ്റ് ആണ്. 16 പഠിച്ച 24 ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. 24 നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 16ലാണ് നമ്മൾ ട്രെയിനിങ്. അതിൽ നിങ്ങൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കംപ്രഷൻ്റെ തിയറി, ഈക്വൽ തിയറി ഒക്കെ പഠിച്ചാലാണ് ഇത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്രസർ അറിയാണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ, അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അറിയാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ അപകടമാണ്. എനിക്കൊക്കെ എൻ്റെ ഫസ്റ്റ് വലിയ ഷോ ഒക്കെ കൊളായിട്ടുണ്ട് അങ്ങനെ. ആവശ്യമില്ലാതെ കംപ്രഷൻ യൂസ് ചെയ്ത് അവസാനം എന്ത് സംഭവിച്ചു, ചതഞ്ഞു പോയി ശബ്ദം. വോളിയം കൂടുമ്പോൾ സൗണ്ട് ഇരുന്നു പോയി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ തിയറി കറക്റ്റ് നിങ്ങൾ പഠിപ്പിച്ചിട്ട് അത് അപ്ലിക്കേഷൻ ഗൈഡ് ഉണ്ട്, ഒരു കംപ്രഷൻ അപ്ലൈ ചെയ്യേണ്ട ഗൈഡ് ഉണ്ട്, ഷോർട്ട് കട്ട്സ് ഉണ്ട്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ പ്രാക്ടിക്കൽ കഴിഞ്ഞാലും 3 ദിവസത്തോളം നിങ്ങൾക്ക് വരാം ഗ്രൂപ്പായിട്ട്. അക്കാഡമി സ്പേസും ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യും. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വേണം വരാൻ. അതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടിക്കൽ കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നാൽ അവിടെ ചിലപ്പോൾ ആ എക്യുപ്മെന്റ് ബിസി ആവാം കേട്ടോ. അത് നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിയാണ്, അവിടെ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് ഫോർ എവർ ആണ്. ഓക്കെ. അപ്പം PA2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്താണ്? PA2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ UI16 പോയി. UI16 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കിഡ്ലൻ സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കും, സ്മാർട്ട് ലൈവ്. അതെന്ന് വെച്ചാൽ ശരിക്കും സ്മാർട്ടിന്റെ പഠനം എന്ന് പറഞ്ഞൊരു കടലാണ്. അത് പഠിച്ചു തീരൊന്നുമില്ല. ഒരുപാട് ആളുകൾ പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഫേസ് 1, അതായത് ഒരു സ്മാർട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ ഒരു സൗണ്ട് കാർഡും മൈക്കും വെച്ചിട്ട് ഒരു സ്പീക്കറിനെ നമുക്ക് അനലൈസ് ചെയ്ത് ആ സ്പീക്കറിനെ നമുക്ക് EQ ചെയ്ത്, നേരത്തെ PA2 ഞാൻ പറഞ്ഞില്ലേ അതുപോലെ EQ ചെയ്ത്, സബ് ഊഫർ പലരും പ്രശ്നം എന്താ, സബ് കേൾക്കണ്ടാവില്ല, 10-20 സബ് ഇട്ടുണ്ടാവും, ഒന്നും കേൾക്കണ്ടാവില്ല, അലൈൻമെന്റ് പ്രശ്നമാണ്. ഇത് വിഷ്വലി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്മാർട്ടിൽ വലിയ കോഴ്സുകളൊക്കെ ചെയ്തവർക്കാണ് പ്യൂർ ആയിട്ട് ഇതിനെ ക്ലിയർ അപ്പ് ചെയ്ത് അടിപൊളി സൗണ്ട് ആക്കാൻ പറ്റും. നമ്മൾക്ക് പക്ഷേ നിങ്ങൾ വെറുതെ ചെവി കൊണ്ട് ചെയ്യാനാണ് നമ്മൾ അനലോഗിലൊക്കെ പഠിക്കുക. ഓക്കെ, UI16 വരെ പഠിക്കുക. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെവി കൊണ്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് വിഷ്വലി നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ സബിനെ അലൈൻ ചെയ്യാൻ നമ്മൾ പഠിക്കും, ടോപ്പിനെ EQ ചെയ്യാൻ നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ നല്ല സൗണ്ടിങ് ഏത് സ്പീക്കറിൽ നിന്നും അതിന്റെ ബെസ്റ്റ് സൗണ്ടിൽ നമുക്ക് കൊണ്ടുവരാം. സ്മാർട്ടിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഇതിന്റെ ട്രെയിനിങ്ങുകൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ വളരെ സിംപ്ലിഫൈ ആയിട്ടാണ് ഈ ട്രെയിനിങ് തരിക. നിങ്ങൾക്ക് ആർക്കും വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിന്റെ എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 60,000 മുതൽ 1,00,000 രൂപ വരെയാണ് ഒരു 3 ദിവസത്തെ ട്രെയിനിങ്ങിനൊക്കെ ചാർജസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്, നമ്മൾ ഫേസ് 1 ആണ് നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം. ഓക്കെ. പക്ഷേ സ്മാർട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പ് വേണം. സോഫ്റ്റ്വെയർ നമുക്കറിയാം, അക്കാഡമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രജിസ്റ്റേർഡ് ആണ്, സ്റ്റേറ്റ് കൗൺസിലിന്റെ എക്സാം സെന്റർ ആണ്. നമുക്ക് പൈറസി പറ്റില്ല, പക്ഷേ നമുക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഞങ്ങളുടെ പേഴ്സണൽ അക്കാഡമിയായിട്ട് യാതൊരു ബന്ധമില്ല. അക്കാഡമിയായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ സോഫ്റ്റ്വെയർ മേടിക്കാനുള്ള പരിപാടികൾ ചെയ്തു തരും. പക്ഷേ നമ്മളോട് ചോദിച്ചാൽ, എഞ്ചിനീയേഴ്സിനോട് ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിലൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി. അങ്ങനെ നമ്മൾ സ്മാർട്ടൊക്കെ ചെയ്ത് സ്മാർട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് നമുക്ക് X32, ഒരു പ്രൊഫഷണൽ ലെവൽ കൺസോളാണ്. X32 പഠിച്ചു കഴിഞ്ഞാൽ M32 നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. സെയിം. അപ്പൊ അതിന്റെ തിയറികളിൽ വരുന്നത് ഒരു ഷോ ഫയൽ എങ്ങനെ ഉണ്ടാക്കാം. ഷോ ഫയൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തലേദിവസം വീട്ടിലിരുന്ന് ഞാനൊക്കെ ചെയ്യാം, പേരൊക്കെ ഇട്ട് അത്യാവശ്യം പ്ലഗിൻ ആവശ്യമൊക്കെ റെഡിയാക്കി, എഫക്ട്സ് ഒക്കെ റെഡിയാക്കി, പിറ്റേ ദിവസം അവിടെ ഷോയുടെ സ്ഥലത്ത് നിന്ന് കുത്തുന്നു, ലോഡ് ചെയ്യുന്നു. ഒരു 45 മിനിറ്റ് എനിക്ക് സേവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഷോ ഫയൽ ഉണ്ടാക്കാൻ പഠിച്ചു നമ്മൾ. പിന്നെ ടെക് റീഡറിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും, 3-way 2-way 4-way സിസ്റ്റം, ലൈനർ സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചു പോകുന്നുണ്ട് ഇതിന്റെ ഒപ്പം തിയറി കേട്ടോ. അതിനൊപ്പം നമ്മൾ പ്രാക്ടിക്കൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ X32 പ്രാക്ടിക്കലിൽ നിങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്യും. ഗെയിൻ സ്റ്റേജിങ്, കംപ്രഷൻ, ഗേറ്റ്, ഈക്വലൈസേഷൻ. X32 പ്രാക്ടിക്കൽ നമുക്ക് 2 ദിവസം ഉണ്ടാവും. ഓക്കെ. ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിരിക്കും, ആ കൺസോൾ എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കാം. സെക്കൻഡ് ഡേയിലും നിങ്ങൾക്ക് എല്ലാവരും വരണം. 2 ദിവസമാണ് X32 ട്രെയിനിങ് ഉണ്ടാവും. 2ാം ദിവസം പ്രൊജക്റ്റ് ആണ്. നമ്മൾ പ്രൊജക്ട് X32 ചെയ്യാൻ കാരണം, X32 കൺസോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ. വിങ് നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്താ, വിങ് പ്രൊഫഷണൽ ലെവലിൽ, അതായത് ഹൈ പ്രൊഫഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു കൺസോളാണ്. നിങ്ങൾക്ക് വിങ് കൺസോൾ ഉണ്ട്, വരുന്നുണ്ട്, അതിന്റെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ആ കൺസോൾ വർക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഔട്ട്ഡോർ, നിങ്ങളിപ്പോൾ പിന്നെ വർക്ക് ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആവും. പ്രൊജക്ട് X32 വെക്കാൻ കാരണം അത് ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ബിഗിനേഴ്സിനും ഫ്രണ്ട്ലി ആണ്, അഡ്വാൻസ് ആയിട്ട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫെയിൽ എക്സാം അല്ല കേട്ടോ. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ സജഷൻസ് പറയും പ്രോപ്പർ ആയിട്ട് തന്നെ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ബാൻഡ് ആയിരിക്കാം, ചിലപ്പോൾ കരോക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഒറ്റ വോക്കൽ മൈക്ക് മാത്രം ഉണ്ടാവും, ഗിറ്റാർ വോക്കൽ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഒരു ഷോ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യണം. ഓക്കെ.
അപ്പൊ എക്സൈറ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓണൈസേഷൻ വരും വിങ് എന്ന് പറഞ്ഞ കൺസോൾ. വിങ് കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രൊഫഷണൽ കാറ്റഗറിയിൽ വരുന്ന കൺസോൾ ആണ്. ഒരുപാട് ഇൻപുട്ട് ഔട്ട്പുട്ട്സ് ഒക്കെ ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ച്. അപ്പൊ വിങ്ങിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ കോഴ്സിന്റെ മൊത്തം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത് വർക്ക് ലെവൽ കോഴ്സ് ആണ്. വർക്ക് ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കുറെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിന്റെ നോബുകൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാനല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ കൺസോൾ കൈ കിട്ടി കഴിഞ്ഞാൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുക, അതല്ലേ വേണ്ടത് നിങ്ങൾക്ക്. ഈ കോഴ്സ് വരുന്നത് അതിന് വേണ്ടി വരുന്നത്. കാരണം ഒരു കൺസോൾ കൈ കിട്ടി, എനിക്ക് വർക്ക് ചെയ്യിക്കണം, അത്രയാണ് നമ്മൾ ഇവിടുന്ന് ട്രെയിനിങ് തരാം. അപ്പൊ ഒരു വിങ് വരെ നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഗെയിം സ്റ്റേജിങ് എന്ന് പറയാം. ഗെയിം നോബ് നമ്മൾ ഉപയോഗിക്കുമല്ലോ. കുറെ പേർക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ കുറെ പേർക്ക് അറിയാം, നല്ലതായിട്ട് അറിയാം. അപ്പൊ ഗെയിം കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, പഞ്ച് കൂടും, ഹൗളിങ് കൂടും. വൈ? അതിന് കാരണമുണ്ട്, അത് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഗെയിം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീക്കർ സേഫ് ആണ്, ആവശ്യത്തിന് പഞ്ചും ആവശ്യത്തിന് ക്ലീൻ സൗണ്ടും നമുക്ക് കിട്ടും. ഗെയിം പ്രോപ്പർ ആയാലാണ് കംപ്രസർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ, നിങ്ങളുടെ മോണിറ്റർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ മോണിറ്റർ അടിച്ചു പോവാം, കുറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ എത്ര കൂട്ടിയാലും സൗണ്ട് വരില്ല, ആർട്ടിസ്റ്റ് ഹാപ്പി ആയിരിക്കില്ല. അപ്പൊ എങ്ങനെ ഇത് കറക്റ്റ് സെറ്റ് ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ അനലോഗിൽ നിന്ന് തുടങ്ങി സോഫ്റ്റ്വെയറിലൂടെ ഒക്കെ കടന്നു വന്ന് അവസാനം വിങ് പോലുള്ള പ്രൊഫഷണൽ കൺസോളിൽ എത്തി നിൽക്കുന്ന ഒരു കോഴ്സാണ് നമ്മളുടെ. ഓക്കെ, അപ്പൊ നിസ്സാര കോഴ്സ് അല്ല എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ, ഡെമോയിൽ വന്നിട്ടുള്ള കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇനിയുള്ള കാലത്ത് അനലോഗ് കൺസോൾ മാത്രമൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടും. അവസാനം നമുക്ക് കയ്യിൽ നിന്ന് പോണ സമയത്ത്, കാരണം തൊട്ടടുത്ത ആൾ ഡിജിറ്റൽ കൺസോൾ വെക്കുന്നു. കാരണം നമ്മുടെ അക്കാഡമിയിൽ വരുന്നവർ തന്നെ ഓൾ കേരളയാണ്, മലയാളത്തിൽ മാത്രമുള്ള നമ്മുടെ ഈ കോഴ്സ്. ഡിപ്ലോമ ഓൾ ഇന്ത്യ വരുന്നുണ്ട് കുട്ടികൾ, പക്ഷെ ഇത് മലയാളത്തിൽ മാത്രമല്ല. കാരണം നിങ്ങളെ എംപവർ ചെയ്യാനാണ് അക്കാഡമി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നല്ല ക്വാളിറ്റി വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അക്കാഡമിയിൽ പഠിച്ച ഒരാൾ വന്ന് വർക്ക് ചെയ്യുന്ന വ്യത്യാസമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ദിനൂപ് വർക്ക് ചെയ്യുന്നതും മിഥുൻ വർക്ക് ചെയ്യുന്നതും പിന്നെ ഷാനിദ് വർക്ക് ചെയ്യുന്നതൊക്കെ വ്യത്യാസമുണ്ട്. ആ അക്കാഡമി പഠിച്ചു കഴിഞ്ഞാലും വ്യത്യാസം ഉണ്ടാവും. കാരണം അതെന്താ, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഞാൻ ഡ്രസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ഡ്രസ് ചെയ്യുക, അതുപോലെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒരേപോലെ ആവൂലേ? എല്ലാ മിക്സ് പോലും എഞ്ചിനീയർമാരും ഒരേപോലെ മിക്സ് ചെയ്യും, എല്ലാവരും ഒരേപോലെ ഫയർ ചെയ്യും, അങ്ങനെയല്ല. ഇതിൽ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളിലൂടെ, മെത്തേഡ് കറക്റ്റ് ആയില്ലെങ്കിൽ പണി പാടും. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അത് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കും. അങ്ങനെയാണ് നിങ്ങളെ ഇടുക. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതായത് വിങ്ങിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ആണ്. മോങ്സിന്റെ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ആരും മോശം പറയാറില്ല, കാരണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. കംപ്ലീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ചിലപ്പോൾ ഒന്നും അറിയില്ലെന്ന് തോന്നിയാൽ വരെ അവരൊരു വർക്കിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇപ്പൊ ഹൗളിംഗ് ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൗളിംഗ് കട്ട് ചെയ്ത് തന്നെ പരിപാടി വിജയിച്ചോളൂ. ചിലർ ഗ്രാഫിക്ക് തൊടാൻ കൈയൊക്കെ വിറയ്ക്കും, ആശാൻ സെറ്റ് ചെയ്തെന്നാണ്, തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഞാൻ മരിച്ചു, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെന്ന്. ഗ്രാഫിക്ക് എന്തിനാണ് ഹൗളിംഗ് ഓരോ സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾ റീസെറ്റ് ചെയ്യണത്. റീസെറ്റ് ചെയ്തിട്ട് ഹൗളിംഗ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട്, ഇവൻ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അത് കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്ഥലത്തിന് വേണ്ടി നിങ്ങളുടെ സൗണ്ട് റെഡി ആവുക. അപ്പോഴാണ് ആ സ്പീക്കർ നന്നായിട്ട് ശബ്ദം തരിക. മോണിറ്റർ ഹൗളിംഗ് കട്ട് ചെയ്ത് നല്ല വോളിയം കിട്ടുന്നതിന്, ഹൗളിംഗ് കട്ട് ചെയ്തില്ലെങ്കിൽ വോളിയം തുറക്കാൻ പറ്റില്ല. പലരും പേടിച്ചിരിക്കുകയാണ്. ഇത് ഒന്ന് അക്കാഡമിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് സൈറ്റിൽ പതുക്കെ എക്സ്പെരിമെന്റും ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രൊഫഷണൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കാനുള്ള സമയം തരാം. ഇത് ഞാൻ പ്രാക്ടിക്കലിനെ കുറിച്ചാണ് പറഞ്ഞത്. തിയറി നമുക്ക് പോകുന്നത് ഓൺലൈൻ ആയിട്ടാണ്, ഇതുപോലെ ആയിരിക്കും. തിയറി കോളേജിൽ വന്ന് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നടക്കില്ല അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു മാസത്തിൽ 1 or 2 പ്രാക്ടിക്കൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞു ക്ലാസ്സുകൾ ഇതുപോലെ സാധാരണഗതിയിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ 9 മണിക്കും 10:30ക്കും ഇടയിൽ ഒരു സമയം, അത്രേ ഉള്ളൂ. 9 മണി to 10:30 വരെയല്ല. ചില ക്ലാസ്സുകൾ പോവാം, ഡിസ്കഷനും ഡൗട്ടൊക്കെ കയറി കത്തിജ്വലിച്ചും 10:30 വരെ പോയിട്ടുണ്ട്. ചിലപ്പോൾ 9:30 ആവും തുടങ്ങും, ചിലപ്പോൾ 10 മണിയൊക്കെ ആവും തുടങ്ങും. എന്തായാലും 10:30ക്ക് മുമ്പ് തീരും. നമ്മുടെ തിയറി കടുകട്ടി തിയറികളൊക്കെ 1/2 മണിക്കൂർ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പിക്ചേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് 1 മണിക്കൂർ വരെ നീളാം. അപ്പൊ നിങ്ങൾ റെഡി ആയിരിക്കും 9 മണി മുതൽ 10:30 വരെ. അത് നേരത്തെ പറയും. ഭൂരിഭാഗം സമയം തിങ്കൾ ബുധൻ വെള്ളി ആ ദിവസങ്ങളാണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, ബാക്കി എൻ്റെ ഇട ദിവസങ്ങളിൽ വളരെ റയർ ആയിട്ട്, ഇപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, അപ്പൊ ടീച്ചർ പറയും ചൊവ്വാഴ്ച ക്ലാസ് വെക്കട്ടെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ചൊവ്വാഴ്ച സെയിം ടൈം ക്ലാസ് വെക്കും. എല്ലാം നമ്മൾ ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ഡെമോ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് പഠിച്ച് സെറ്റ് ആവാം, നിങ്ങൾക്ക് ഇത് അപ്രൂവ് ചെയ്യണം, നിങ്ങൾ രക്ഷപ്പെടണം, അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഗ്രൂപ്പിലേക്ക് മാറണം. ആ ഗ്രൂപ്പിൽ ക്ലാസ്സിന്റെ ടൈം, ക്ലാസ്സിന്റെ ചേഞ്ചസ് എല്ലാം, നോട്ട്സ്, പിന്നെ വീഡിയോ, ഇതുപോലെ ക്ലാസ്സിന്റെ വീഡിയോസ് എല്ലാം റെക്കോർഡഡ് ആണ്.
നിങ്ങൾക്ക് മെയിൽ ഐ ഡി ജിമെയിൽ വെച്ച് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂട്യൂബിലാണ്, പക്ഷേ ജിമെയിൽ ഐ ഡി നിങ്ങളുടെ വേണം. അതുകൊണ്ട് പബ്ലിക് അല്ല, പ്രൈവറ്റ് വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് മാത്രം, അഡ്മിഷൻ എടുത്തവർക്ക് മാത്രം അത് കാണാം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഡൗട്ട് ചോദിക്കണമെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒക്കെ ബിസി ആകുമ്പോൾ ചിലപ്പം കാണില്ല ഒരു മെസ്സേജ്. അതുകൊണ്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ കുറച്ചും കൂടി നോട്ടീസ് ചെയ്യും. പിന്നെ ഒരുപാട് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പറയാം, 5-6 ടീച്ചർമാരും അക്കാഡമിയുടെ അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് ഇത്രയും ഗ്രൂപ്പും, പിന്നെ നിങ്ങൾ ഓരോരുത്തരും പല അറിവുകളോടാണ്. ഇപ്പൊ എന്നോട് പെട്ടെന്ന് ഒരു അഹൂജയുടെ സ്പീക്കർ വൈൻഡ് ചെയ്തിട്ട് അതിന്റെ ഒരു കോളം സ്പീക്കർ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല ഞാൻ പറയും. കാരണം അത് വേറെ ടെക്നിക്കൽ സ്കില്ലുകളാണ്. ഓക്കെ, ഒരു പവർ ആ ഡി ബിയിൽ എന്തോ പോയിട്ടുണ്ട്, ഫ്യൂസ് ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ആ ജനറേറ്റർ ഒക്കെ ഒന്ന് റെഡിയാക്കി വരാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എന്റെ സ്കില്ലല്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്കില്ലുള്ള ആളുകൾ ഇതിലുണ്ട്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞാൽ, നമ്മളൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ ഡിനൂബ് ഡൗട്ട് ചോദിച്ചു, അപ്പൊ വേണമെങ്കിൽ അനൂപിനെ ആൻസർ ചെയ്യാം. ഹരികൃഷ്ണ ഡൗട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയാണ് സാറേ 3 ഫേസ് നമ്മളൊരു ചേഞ്ച് ഓവറിന് ഇടുക? അത് വലിയ പണിയൊന്നുമില്ല അല്ലെ, കണക്ട് ചെയ്ത് നേരെ ചേഞ്ച് ഓവർ ചെയ്താൽ മതി. പക്ഷെ എനിക്കത് അറിയില്ലെങ്കിൽ ഞാൻ പറയും അയ്യോ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോഴേക്കും വിഷ്ണു പറയാണ് അത് എടാ പിക്ചർ കാണിച്ചിട്ട് വിഷ്ണു ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മളിവിടെ ആരും വലുതല്ല. ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും നമ്മുടെ അക്കാഡമിയിൽ നിങ്ങളെ കാര്യങ്ങൾ നോക്കാനും നമ്മളൊരു മെത്തേഡ് ഗൈഡ് ചെയ്യാനും ഉള്ള ഒരാൾ. മിക്സിങ് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ മിക്സിങ്ങിന് ഒരു സ്റ്റൈൽ ഉണ്ട്, ഓരോ ടീച്ചർമാർക്കും ഒരു സ്റ്റൈൽ ഉണ്ട്, നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ ഉണ്ട്. അപ്പൊ ഇത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് വഴിയിൽ കൂടെ നടത്തുക എന്നുള്ള ടീച്ചർമാർ ലക്ഷ്യമുള്ള, രണ്ട് വലിയ അറിവുള്ള, നിങ്ങളെക്കാൾ അറിവ് കൂടിയിട്ട് എക്സ്പീരിയൻസ് കൂടിയിട്ട് വന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ തിയറി വരിക, പ്രാക്ടിക്കൽ വരിക എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ശനി ഞായർ അവധിയായിരിക്കും, വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഉണ്ടാവുക പ്രാക്ടിക്കൽസ് കേട്ടോ. പിന്നെ നമ്മളുടെ എന്താണ് ഡൗട്ടുകൾ എങ്ങനെ ചോദിക്കണം, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസ് ആണ്, എന്താണ് ഡൗട്ട്സ് എന്തെങ്കിലും. ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഡൗട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ള മേഖലകളോടൊക്കെ സംസാരിച്ചു. സ്മാർട്ട് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറും മൈക്കും സൗണ്ട് കാർഡ് ഉണ്ടെങ്കിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. സ്മാർട്ട് പഠിച്ച് ഉപയോഗിക്കണമെന്നില്ല വർക്ക് ചെയ്യാൻ കേട്ടാ, ചെവി വെച്ച് നല്ല ചെവി ഉണ്ടായാൽ മതി. ഓക്കെ, എനിവേ, അപ്പൊ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിയാക്ഷൻസിൽ റേസ് ഹാൻഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ എനിക്കൊരു തംസപ്പ് തന്നേ തീരൂ. അപ്പൊ എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അവിടെ റിയാക്ഷൻസിൽ തന്നെ ഒരു തംസപ്പ് കാണാം. ആ തംസപ്പ് തന്നു എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇനി ഫീസ്, അഡ്മിഷൻ എങ്ങനെ എടുക്കാം, ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ആയിരിക്കും. കാരണം ഡൗട്ടുകൾ സാധ്യതകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ യെസ്, അപ്പൊ ഞാൻ നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് ഈ കോഴ്സ് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കും. നമ്മൾ 100% ഇങ്ങനെ ആക്കാൻ ശ്രമിക്കും നമ്മുടെ ഭാഗത്ത്. പിന്നെ വീഴ്ചകൾ വരാം. ഇപ്പൊ പരിപാടി പഠിക്കുന്ന സമയത്ത് ജനറേറ്റർ കറണ്ട് പോയി, ജനറേറ്റർ അടിക്കാം. ജനറേറ്റർ തൊട്ടടുത്ത് തന്നെയുണ്ട്, നമ്മൾ സ്ഥിരം ടൈപ്പ് ആണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ള ജനറേറ്റർ ഇല്ല. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ്, ചിലപ്പോൾ ഒരു 1-2 ദിവസം വൈകാം, വളരെ റയറായിട്ട്. ഓക്കെ, അല്ലാത്ത പക്ഷം ജനറേറ്റർ ഒക്കെ പെട്ടെന്ന് കിട്ടി ഫുള്ള് സെറ്റാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ഇററുകൾ സംഭവിക്കാം. ഓക്കെ, എനിവേ, നിങ്ങൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ അഡ്മിഷൻ എടുക്കാം. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ ശല്യം ചെയ്യാൻ അക്കാഡമിയിലെ ഒരു എന്താ പറയാ ഒരു പോളിസിയാണ്. ഒരുപാട് നമ്മളൊരാളെ സാറെ ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു ശല്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഷാനിത് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്കിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സംസാരിച്ചോളൂ. മൈക്കിന്റെ പടത്തുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അൺമ്യൂട്ട് ആവും. അൺമ്യൂട്ട് ആവണില്ല ഷാനിദിന്റെ വീഡിയോ കുറച്ച് സ്റ്റക്ക് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടാവും. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു. വീഡിയോ ഓഫ് ചെയ്തു. കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്തു, അപ്പൊ കുറച്ചുകൂടി കേൾക്കാം. അല്ല, കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോ ഒരു 9 മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിൽ നിന്ന് ഒരു മൈക്കിന്റെ ഗെയിന് ഭയങ്കരമായിട്ട് ഓവറായിട്ട് വരുന്നത്. അതായത് ഇൻഡിക്കേഷന് ലൈറ്റും കടന്ന് പീക്കിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. അത് പിടിച്ചു കെട്ടാനുള്ള ഒരു മാർഗം, ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ട്രെയിനിങ്ങിന്റെ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇതിന് ഒറ്റൊരു വഴിയുള്ളൂ. ഒരു മൈക്ക് പീക്ക് അടിക്കണമെങ്കിൽ അതിന്റെ ഗെയിൻ കുറയ്ക്കുക, വേറെ ഒന്നുമില്ല അതിൽ. അയാളുടെ ഗെയിൻ കൂട്ടിച്ചാൽ ഇപ്പൊ ചർച്ച് കൊയർ ഒക്കെ ആകുമ്പോൾ ചിലർക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും. ആ പീക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, നിങ്ങളുടെ സൗണ്ടിന്റെ ഭംഗി തീർന്നു. നിങ്ങളുടെ സ്പീക്കറിന്റെ കോയിൽ അവിടെ ചൂടായി തുടങ്ങി. നിങ്ങളുടെ മിക്സറിന് ചൂടാവുന്നില്ല, ആളുകളുടെ ചെവി ചൂടായി തുടങ്ങി. അപ്പൊ എന്ത് പീക്ക് അടിച്ചാലും ഗെയിൻ കുറയ്ക്കാം നിങ്ങൾക്ക്, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ വേറൊരു കാര്യം കൂടി പറയുന്നത്, പ്രൊഫഷണൽ ഷോ. അപ്പൊ ഞാനിപ്പോ രശ്മി ചേച്ചി അതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ രശ്മി ചേച്ചി ഭയങ്കര വോയിസ്, നല്ല ഡെപ്ത് വോയിസാണ്. അപ്പൊ ഞാൻ എത്ര വോളിയത്തിൽ സൗണ്ട് ചെക്ക് ചെയ്ത് മൈക്ക് വെച്ചാലും ചേച്ചി പാടുന്ന സമയത്ത് ചില സമയത്ത് പീക്ക് കത്തും.
ആ സമയത്ത് ഞാൻ ഗെയിം കുറയ്ക്കില്ല. കാരണം എന്താ, സോഫ്റ്റ് ആയിട്ട് പോണ സമയത്ത് ചേച്ചിക്ക് കേൾക്കാതെ സൗണ്ട്. അപ്പൊ ഇടയ്ക്കൊന്നും പീക്ക് അടിച്ചുകൊണ്ടൊന്നും പ്രശ്നമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് ഹാപ്പി പോകും. കാരണം അവർ നോക്കുമ്പോൾ ഡെപ്ത് പോയില്ലോ. ഗെയിം കുറച്ചാൽ മൈക്കിന്റെ ശക്തി പോയി, ഒരു ഡെപ്ത് പോയി മൈക്കിന്റെ. ഗെയിം കുറച്ച് സംഭവിക്കും അത്. പക്ഷേ ഗെയിം കൂട്ടിക്കഴിഞ്ഞാൽ പീക്ക് അടിക്കുക. അപ്പൊ ഇടയ്ക്ക് പീക്ക് അടിക്കണോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഫുൾ ടൈം പീക്ക് അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗെയിം കുറയ്ക്കണം. എന്നിട്ട് വേണമെങ്കിൽ മോണിറ്ററിന്റെ വോളിയം ഇത്തിരി കൂട്ടി കൊടുക്കാം. അത് ഗെയിം കുറയ്ക്കാണ്ട് വേറെ പീക്ക് അടിക്കാൻ ഹാൻഡിൽ ചെയ്യാൻ വേറെ ഒരു മാർഗ്ഗമില്ല. ഔട്ട്പുട്ട് പീക്ക് അടിക്കുകയാണ്, ഇൻപുട്ട് പീക്ക് അടിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഏറ്റവും വോളിയം കൂടുന്ന മൈക്ക്, ഏത് മൈക്ക് പാടുമ്പോഴാണോ ഔട്ട്പുട്ട് പീക്ക് അടിക്കുക, അതിന്റെ ഫേഡ് കുറച്ചാൽ മതി. അപ്പോൾ മോണിറ്ററിന് യാതൊരു എഫക്റ്റും ഇതിലുണ്ടാവില്ല. കുറച്ച് പേർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല, ആൾക്ക് മനസ്സിലായിണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അഡ്മിഷൻ എങ്ങനെ എടുക്കണം ഉള്ളത് നോക്കാം. അപ്പൊ അതിന് മുമ്പ് ഫീസിന്റെ കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഇത്രയും ഫെസിലിറ്റീസ്, 6 മാസത്തെ കോഴ്സ്, സർട്ടിഫിക്കറ്റ്, ഇത്രയും ടീച്ചേഴ്സ്, ഇത്രയും എക്യുപ്മെന്റ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ഈ കോഴ്സിന്റെ ഫീ എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. ഓക്കെ, സ്മാർട്ട് പഠിക്കാൻ ഉള്ള ഫീസ്, ഇതിൽ മൊത്തം കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ അക്കാഡമിയിൽ സിറ്റുവേറ്റ് ചെയ്തത് ചാലക്കുടിയാണ്, സെന്ററാണ് നമ്മൾ കേരളത്തിന്റെ ഏകദേശം. ചാലക്കുടി, മുരിങ്ങൂരാണ്. ബസ്സിലും ട്രെയിനിലും ഒക്കെ വരാം. അത് പിന്നെ നിങ്ങൾക്ക് ആ സമയം പ്രാക്ടിക്കൽ ആകുമ്പോഴേക്കും നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇതിലെങ്ങനെ അഡ്മിഷൻ എടുക്കാം. അപ്പൊ 40,000 രൂപ ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് അടയ്ക്കാം, ഒരു കുഴപ്പമില്ല. നല്ലൊരു റിഡക്ഷൻ നിങ്ങളെ വിളിക്കുന്നവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരുമിച്ച് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ബജാജിന്റെ EMI ലോൺസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അക്കാഡമി നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്കൊരു സംവിധാനമുണ്ട്. കാരണം നമ്മൾ സ്റ്റുഡൻറ് സെന്റേഡ് ആണ്, നമുക്ക് മ്യൂച്വൽ ആയിട്ട് എപ്പോഴും ഗുണം ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ടായിട്ട് പേ ചെയ്യാം, പാർട്ട് പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അത് കോഴ്സ് അവസാനിക്കുമ്പോൾ അല്ല ചെയ്യേണ്ടത്. ഓരോ പ്രാക്ടിക്കൽ വരുമ്പോഴും പറയുന്ന എമൗണ്ട് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, 6 മന്ത് ഉള്ളത് ഒരു മന്തിൽ 10 അടച്ചാൽ തന്നെ ഈ ഫീസായി. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ എങ്ങനെ അഡ്മിഷൻ, ആകെ 30 സീറ്റേ ഉള്ളൂ അല്ലെ. ഇപ്പൊ തന്നെ ഓക്കെ, ഇനിയിപ്പോ ഇത് ഫസ്റ്റ് ഡെമോ ആണ്. ഈ ഒരു ഡെമോ കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഓൾറെഡി പഴയ സീറ്റുകൾ ഓരോരുത്തർ ബുക്ക് ചെയ്തവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 8,000 ആണ്. 8,000 അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് അവിടെ റിസർവ് ആയി. പിന്നെ നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ബാക്കി പേയ്മെന്റുകൾ ചെയ്താൽ മതി. അതിന് ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ. ഒറ്റയടിക്ക് അടയ്ക്കാം, ഇനി അടയ്ക്കാൻ പറ്റാത്തവർക്ക് കുഴപ്പമില്ല. 8,000 അടച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പതുക്കെ അഡ്മിഷന്റെ കാര്യങ്ങളിലേക്ക്, ആ കോഴ്സ് ക്ലാസ് നമ്മൾ ഈ മാസം അവസാനം തുടങ്ങും. അപ്പൊ നിങ്ങൾ ബാക്കി ഫീസുകൾ അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ, സാറേ ഇന്ന് തന്നെ എനിക്ക് 8,000 2 ഡേയ്സ് ഗ്യാപ്പ് തരണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിഷൻ ക്യാൻസൽ ആവും. ഫൈൻ. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡെമോ, നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഡെമോയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എപ്പോഴും ഈ ഡെമോയിൽ മാത്രം ആ അക്കാഡമി എപ്പോഴും ഓഫർ പറയാറുള്ളത്, ഇന്നിപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ഓക്കെ 12 മണിക്ക് മുമ്പ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ 7,000 അടച്ചാൽ മതി, 1,000 ഡിസ്കൗണ്ട്. അപ്പൊ നമുക്ക് മൊത്തം കോഴ്സ് ഫീന്ന് 39,000 ആണ് കോഴ്സ് ഫീസ് എടുത്തുള്ളൂ. ഓക്കെ, ഇന്ന് 12 മണിക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ടോട്ടലായിട്ട് പറയാം. നമ്മുടെ കോഴ്സ് 6 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ ഒരു 5-5.5 മാസത്തിൽ കഴിയാം, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഓരോ പ്രാക്ടിക്കലിനും 3 ദിവസത്തോളം നിങ്ങൾക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പോയാലും, സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് വരട്ടെ, ആ കൺസോൾ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമൽ ചാർജ്, ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതിന്റെ ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് സപ്പോർട്ട് നമ്മൾ തരും. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആവും, അവിടെ ടീച്ചർമാരുണ്ടാവും, നിങ്ങൾ കുട്ടികളുണ്ടാവും. നമുക്ക് അതിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാനും ഇന്ററാക്ട് ചെയ്യാനുള്ള ടൈമും ചാൻസും കിട്ടും. അത് ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യത്തില്ല. പിന്നെ എല്ലാ വീഡിയോസും, ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആണ്. തിയറി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാം. അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ബൈ മെയിലാണ് നിങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റുക. യൂട്യൂബ് നിങ്ങളുടെ മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്ലേ ലിസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും ക്ലാസ് തീരുന്നതോട് കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അതായത് യൂട്യൂബ് ഉള്ളിടത്തോളം കാലം വീഡിയോസ് അവിടെ ഉണ്ടാവും. ഓക്കെ, പ്രാക്ടിക്കൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കലാണ്. നിങ്ങൾ എല്ലാവരും ചെയറിൽ ഇരുത്തിയിട്ട് ഇതാണ് മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊജക്ടറിൽ കാണിച്ചു തന്നിട്ട് അത് ചെയ്യലല്ല. നല്ല അക്കാദമികളൊക്കെ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കലാണ് ചെയ്യുക കേട്ടോ. ഒന്നും മോശം അക്കാദമികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു തന്നത്, നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ പോകുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞത് ഡൗട്ട് ചെയ്യും. നമ്മൾ അങ്ങനെയല്ല, നമ്മളൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ 30 പേരെ ഒരുമിച്ച് കൊണ്ടുവന്നല്ല, സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, പഠിക്കണം. അതല്ല നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ വിടുവോ, മനസ്സിലായോ? എല്ലാ പ്രാക്ടിക്കലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, അനലോഗ് കഴിഞ്ഞു, PA2 പഠിക്കും, USC പഠിക്കും, സ്മാർട്ട് പഠിക്കും, എക്സലിറ്റർ പഠിക്കും, വിങ് കൺസോൾ പഠിക്കും. ഇത്രയധികം ഫെസിലിറ്റീസ് നമ്മൾ അവിടെ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ എല്ലാ ഫീസ് വരുന്നത് 40,000 ആണ്. രജിസ്ട്രേഷൻ ഫീസ് 8,000 ആണ്. ഇന്ന് 12 മണിക്ക് മുമ്പ് ചെയ്യുകയാണെങ്കിൽ 7,000 അടച്ചാൽ മതി. ഫുൾ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഫുൾ പേയ്മെന്റ് ചെയ്തില്ലെങ്കിലും പാർട്ടായിട്ട് പേ ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി
നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് തരും, കാരണം മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഓക്കെ, മനസ്സിലായെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ശരി, അപ്പൊ നമുക്കറിയാം ഇത് എന്ന് പറയുന്ന ഒരു ഗിറ്റാർ, നല്ലൊരു ഗിറ്റാർ മേടിക്കുന്നതിന്റെ എമൗണ്ട്, ഇത് നിങ്ങൾക്ക് ഗുണമാവുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങൾ പ്രൊഫഷണൽ അപ്ലൈ ചെയ്ത് ഡൗട്ട് നമ്മളോട് ചോദിക്കുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ വേറെ കാറ്റഗറിയിലേക്ക് പോകും. കാരണം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ട്രെയിനിങ്. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വ്യക്തമായ ധാരണ കിട്ടും. നിങ്ങൾ ചെയ്യുന്നത് ലോകത്ത് നല്ല എഞ്ചിനീയേഴ്സ് എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. ഇനി എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം? അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ എല്ലാവരും തിരിച്ചു വിളിക്കാൻ നിൽക്കണമെന്നില്ല. ഇവിടെ മെസ്സേജ് ചാറ്റ് എടുക്കുക, ടു എവറി വൺ ആക്കുക. ഓക്കെ ഓക്കെ, എന്നിട്ട് നമ്മൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. എന്റെ പേര് ആണോ, ജസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ കോൾ വരും. എന്നിട്ട് അവരെ വിളിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ആദ്യം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു പരിധി കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് കേസുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാം എന്നെങ്കിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, ഫോൺ നമ്പർ ഇടുക, നാളെ നിങ്ങൾക്ക് കോൾ വരും. ഇനി ഒരു ടൈം വെയിറ്റിംഗ് ആണ്, നിങ്ങൾക്ക് പേരിടും നമ്പർ ഇടാനുള്ള വെയിറ്റിംഗ് ആണ്. ഒരു 3 minutes നമ്മളെ മീറ്റിംഗ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം മീറ്റിംഗ് എൻഡ് ആവുന്നതായിരിക്കും. ഇനി പേരിടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഗുഡ് നൈറ്റ്. നമ്മൾ 3 minutes കൂടി വെയിറ്റ് ചെയ്യും. പ്ലീസ് പുട്ട് യുവർ നെയിം ആൻഡ് നമ്പർ. താങ്ക് യു. പേരും നമ്പറും ഇട്ട ആൾക്കാർക്ക് ലീവ് ചെയ്യാം. പിന്നെ കോഴ്സിന്റെ മറ്റ് ആൾക്കാർക്കും ഇനി അഡ്മിഷൻ പിന്നെ എടുക്കുന്നുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഒഫീഷ്യലി നമ്മുടെ മീറ്റിംഗ് അവസാനിച്ചു.